ഹായ് ഓൾ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് കുറച്ചധികം ഓർഡർ ഉണ്ട്. അപ്പോൾ രാവിലെ ഒരു ഗ്രീൻ ടീ കുടിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ നിസ്കാരവും ഓത്തെല്ലാം കഴിഞ്ഞ് കുട്ടികളെ മദ്രസയിലെല്ലാം അയച്ചിട്ട് കിച്ചണിലേക്ക് കയറി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി ആദ്യം തന്നെ ഉണ്ടാക്കാൻ വെച്ച് പിന്നെ തേങ്ങാ ചട്നി ഉണ്ടാക്കി വെച്ച് ഇഡലി വെക്കുന്ന സമയത്ത് തന്നെ ഞാൻ പഴം വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിന്. അപ്പോൾ അതും അരക്കാനിട്ടിട്ടുണ്ട്. ഇത് വൈകിട്ട് ഫ്രോസൺ ആയിട്ട് കൊടുക്കേണ്ട സ്നാക്സാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ ഫ്രോസൺ ആവില്ല. അപ്പോൾ ഇഡ്ഡലി റെഡി ആയിട്ട് തണുക്കാൻ വെച്ചിട്ടുണ്ട് അതിന്. അപ്പോൾ നല്ല തണുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന് പാത്രത്തിൽ നിന്ന് ഒരു സ്പൂൺ കൊണ്ട് മാറ്റുന്നുണ്ട്. നല്ല സോഫ്റ്റ് ഇഡ്ഡലീൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അതിന്. അപ്പോൾ ഇഡ്ഡലി റെഡിയായി. ഇപ്പോൾ ഇനി അരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഉന്നക്കായ്ക്ക്. ഇനി ഉന്നക്കായ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഉന്നക്കായിൻ്റെ ഫില്ലിങ് ഞാൻ ഇന്നലെ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന്. ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ കുറേ ദിവസം വെച്ചാലും ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നും ആവില്ല. അപ്പോൾ ഇനി ഉന്നക്കായ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇനി കടലറ്റും ഉന്നക്കായെല്ലാം ഒരു മാസം വെച്ചാൽ ഒന്നും ആവുന്നില്ല. ഉന്നക്കായ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രീസറിൽ വെക്കാം. ഇനി കട്ട്ലറ്റിൻ്റെ പണിയുണ്ട്. അപ്പോൾ കട്ട്ലറ്റിൻ്റെ മസാല ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് ഓർഡർ ഉള്ളത് ഉന്നക്കായ, കട്ട്ലറ്റ്, റോള്, പിന്നെ സമൂസയും റോളും ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചിന്. അപ്പോൾ ഇതാ കട്ട്ലറ്റിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പം ഉരുളക്കിഴങ്ങെല്ലാം വേവിച്ചതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. കട്ട്ലറ്റ് നല്ല ടൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്താൽ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. അതുപോലെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോയില്ല. ഇല്ലെങ്കിൽ നമ്മൾ പൊട്ടാറ്റോ ഇട്ട് ഇതാക്കുമ്പോൾ കുറച്ച് ഒരു സോഫ്റ്റായിട്ടുണ്ടാവും. ഇത് അങ്ങനെ സോഫ്റ്റായി വരില്ല. കട്ട്ലറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബ്രെഡ് ക്രംസിലും മുട്ടയിലെല്ലാം മുക്കാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ കുറച്ച് കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്ക് കഞ്ഞിയും പപ്പായ കറിയാണ്. ഇത് തനിമരിയും അതിലേക്ക് കുറച്ച് ജീരകവും ചെറുപയർ പരിപ്പെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കുന്ന തേങ്ങാപ്പാലെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഇതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കുടിക്കാൻ. അപ്പോൾ അത് വേവിക്കാൻ വെച്ചിന്. ഇനി ഇത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ മൈദയിൽ കോട്ട് ചെയ്തെടുക്കും. അതിന് ശേഷം മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇതുപോലെ 2 കോട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല തിക്കിലുണ്ടാവും. കട്ട്ലറ്റിൽ റെഡിയാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പായ വറവാക്കിയിട്ടുണ്ട്. പിന്നെ കഞ്ഞിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രോസൺ ആക്കി കൊടുക്കേണ്ട ഐറ്റംസ് എല്ലാം ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു സ്നിക്കേഴ്സ് കേക്ക് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ആ കേക്ക് ഞാൻ രാത്രി തന്നെ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ അതിൻ്റെ ക്രീമെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ സ്നിക്കേഴ്സിൻ്റെ കേക്കിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രാവശ്യം ഇടാം. അപ്പോൾ നല്ല ടേസ്റ്റിയുള്ള കേക്കാണ്. എനിക്ക് കൂടുതൽ ഓർഡർ വന്ന ഒരു കേക്കാണിത്. ഈ ഒരു ക്രീം വിപ്പിംഗ് ക്രീമിലല്ല ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു അടുത്ത വീഡിയോയിലോ മറ്റോ കാണിക്കാം. അപ്പോൾ കേക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഫോണ്ടൻറ്റിൽ എഴുതിയിട്ട് വെക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് വലുതായിപ്പോയി. അതിന് സൈഡെല്ലാം കുറച്ച് കട്ട് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഈ കേക്കിൻ്റെ മുകളിൽ കുറച്ച് ഫ്ലവറും ഷുഗർ ബോൾസെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് സെറ്റ് ആകുമ്പോഴേക്ക് ഇതൊരു 6 മണിക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി ഫ്രോസൺ സ്നാക്സ് പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സമൂസയും റോളും രാത്രി ഉണ്ടാക്കിയത് നന്നായിട്ട് ഫ്രോസൺ ആയിട്ടുണ്ട്. കട്ട്ലറ്റും ഉന്നക്കായും പാക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. ഇപ്പോൾ സമൂസ പാക്ക് ചെയ്യുന്നുണ്ട്. ഇനി റോളും കൂടി പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ റോളും കൂടി പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഓർഡറിൻ്റെ വിശേഷം ഇത്രയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലെ പുതിയ ഓർഡേഴ്സിൻ്റെ വിശേഷങ്ങളുമായി ഇനിയും വരാം. അതുവരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.